കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഉണ്ടായ ആ ദാരുണമായ സംഭവം ലോക മനസ്സാക്ഷിയെ തന്നെ ഒരേ സമയം ഞെട്ടിക്കുകയും അങ്ങേയറ്റം ദുഃഖം ഉളവാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഈ സംഭവത്തിൻ്റെത് എന്തായിരിക്കും? അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ കൂടുതലായിട്ടും എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനേക്കാൾ ഒരു എക്കണോമിക് ഇമ്പാക്റ്റാണ് എൻ്റെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ ഡിഫൻസ് ഇമ്പാക്റ്റോ ഒക്കെ അതിൻ്റേതായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഈ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ആംഗിളിലായിരിക്കണം ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഏരിയ അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഏരിയ അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് 2-3 കാര്യങ്ങൾ നടന്നു. അതായത് ഒന്ന്, ഏതാണ്ട് 48ഓളം റിസോർട്ടുകൾ അവിടെ ക്ലോസ് ഡൗൺ ചെയ്തു. ഏതാണ്ട് ചില ഏരിയാസിൽ വളരെ ഈ ഭാരതത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന പല ആ ഒരു സ്ഥലത്തെ 2-3 ഡെസ്റ്റിനേഷൻസ് ക്ലോസ് ചെയ്തു, ആളുകൾക്ക് പോകാൻ പറ്റുന്ന സ്പോട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും. അപ്പോൾ ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2.36 കോടി ആളുകളാണ് അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 65,000-ഓളം വിദേശികളാണ് ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കേരളം ഒരു ടൂറിസത്തിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ളതിൽ നമുക്കറിയാം ഒരു ടൂറിസം ഒരു മേഖലയിൽ ഉണ്ടാകാവുന്ന ഇപ്പം ഈ കോവിഡ് പോലുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടുത്തെ മേജറായിട്ടുള്ള എല്ലാ ഹോട്ടലുകളെയും അത് ഇമ്പാക്റ്റ് ചെയ്തു. അതിന് അനുബന്ധമായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിനെ അത് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹോട്ടൽസാണ്, അതിൻ്റെ എംപ്ലോയീസ്, അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. 2, ഈ പോണി, അവിടെ ഈ നടന്നും പോണിയെ കൊണ്ടാണ് ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ടാക്സി, എയർഫെയർ മുതൽ ആളുകൾക്ക് അവിടെ ജോലി ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ ഒരു വികസനമുണ്ടായിരുന്ന ഏതാണ്ട് 7-8% വരെ ഉള്ള GSDPയുടെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ടൂറിസത്തിൽ നിന്നാണ് കാശ്മീർ JNK സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത്രമാത്രം ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു 26 പേരുടെ ജീവൻ നമ്മൾ ബലി കഴിച്ചപ്പോൾ അല്ലെങ്കിൽ ബലി കൊടുത്തപ്പോൾ അതിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാരണം ആ ഒരു ആളുകളുടെ ജീവിതത്തെ തന്നെ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ പറയുന്ന ഒരു ഭീകരാക്രമണം കൊണ്ട് നടന്നിരിക്കുന്നത്. ഇത് നടത്തിയവർക്ക് അതാണോ ഉദ്ദേശിച്ചതെന്ന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണത്തിൻ്റെ കാരണം, ഇതിൻ്റെ ശരിയായ ഉത്തരവാദികൾ ആരാണ്? അവിടെ ഈ വളരെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കണം എന്ന തരത്തിൽ കോടതികൾ ഇടപെട്ടു. അതുപോലെ അത്തരത്തിലുള്ള ചില ഇൻ്റർഫറൻസ്, ചില ഇടപെടലുകൾ, അതാണോ സത്യത്തിൽ ഇതിലേക്ക് നയിച്ചത്? എന്താണ് നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ജമ്മു ആൻഡ് കാശ്മീർ എല്ലാവരും ആഘോഷിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നടന്നിരുന്നത് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ്. അതായത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഒക്ടോബറിലോ മറ്റോ നടത്തിയിരിക്കണം എന്നൊരു നിർദ്ദേശം. അപ്പോൾ ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഇത് മാത്രം ആയിട്ടല്ലേ ഒരു സുപ്രീം കോടതിക്ക് ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുമ്പോൾ അവർ ഈ പറയുന്ന പോലെ ഈയിടെയാണ് കണ്ണ് അഴിച്ചത്, ഈ നീതിദേവതയുടെ കണ്ണ് അഴിച്ചത് ഈയിടയ്ക്കാണ്. അപ്പോൾ സുപ്രീം കോടതി നോക്കുന്നത് അതിൻ്റെ നിയമവശങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതേസമയം ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് അറിയുന്നത് അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസീസിനും അവിടെ ഭരണം നടത്തുന്ന ആളുകൾ ശരിക്കും ബ്യൂറോക്രസിക്കാണ് കുറേ കൂടി ഡെഫിനറ്റായിട്ട്.
അപ്പോൾ ഇവരാരും ഇൻകോമ്പിറ്റൻ്റ് എന്നോ അങ്ങ് പറയാനൊക്കില്ല. ഇപ്പം നമുക്ക് സുപ്രീം കോടതി മാത്രമേ എല്ലാത്തിലും കോമ്പിറ്റൻസി ഉള്ളൂ എന്ന് നമുക്ക് പറയാനൊക്കില്ല. അവർ പറയുന്നത് നിയമത്തിൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ജുഡീഷ്യറിക്ക് ഇടപെടാം എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇപ്പം നമുക്കറിയാം പലപ്പോഴും ഇപ്പോൾ ഗവർണർമാരുടെ ഇതാണെങ്കിലും പ്രസിഡന്റ് എത്ര സമയം എടുക്കണം എന്ന് പറയുന്നതിലും ഒക്കെ ഒരു ഓവർ ആർക്കിങ് ഒരു കടന്നുകയറ്റം അതെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ അതിന് ഈ ജനാധിപത്യ മൂല്യങ്ങളെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടൊക്കെ ആകാം. പക്ഷേ ഇതൊക്കെ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ നടത്തി ഇനിയുള്ള കാലങ്ങളിൽ നമ്മളൊരു കൺസൾട്ടേറ്റീവായിട്ട് ഈ നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ഒരുപക്ഷെ ഇതിന് അതിൻ്റെ ഒരു റിപ്പോർട്ട് നടത്തി അതിൻ്റെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇപ്പം നമുക്ക് സ്പൈവെയറിൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോൾ അത് പെഗാസസിൻ്റെ റിപ്പോർട്ട് വന്നു. അതപ്പോൾ പറഞ്ഞിരുന്നത് ഇത് എല്ലാവരും ഒരു പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമല്ല, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കാണോ അറിയേണ്ടത് അവരെ അറിയിക്കുന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ അതൊരു കൺസൾട്ടേറ്റീവാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ അറിയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളൊരു ടേൺ ഇനി മുതൽ വന്നേക്കാം. അതായത് അതിന് കാരണമായി കാരണം എന്താ വെച്ചാൽ ലുക്കിംഗ് ബാക്ക് നമ്മളൊരു ഇലക്ഷൻ നടത്താനുള്ള സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഗവൺമെൻറ് വന്നതിന് അവർക്ക് അതിനോടുള്ള ഇപ്പം ഒരു ഇൻ്റർഫിയറൻസ്, ഒരു സെൻട്രൽ ഇൻ്റർഫിയറൻസ് ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് അനുവദിക്കില്ല. അപ്പം ഭാഗികമായിട്ട് കൊടുക്കാനൊക്കില്ല. നമ്മുടെ ഫെഡറൽ സിസ്റ്റം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇതിനുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും സ്ട്രാറ്റജിക്കായുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇതിനൊക്കെയുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഗവൺമെൻറ്റും അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനുണ്ടോ? അപ്പം കേന്ദ്രം ഒരു സപ്പോർട്ടീവായിട്ട്, അപ്പം അത് മാത്രമല്ല അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ആളായിരുന്നു ഇലക്ഷനിൽ നിന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു കുറ്റം പറയാനൊക്കില്ല ഇലക്ഷൻ നടത്തിയപ്പിന്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ മാനിപ്പുലേഷൻസ് ഒന്നും നടന്നില്ലായിരിക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇത് നമ്മൾ ഒരു പാഠമായിട്ടെടുത്ത് ഒരു ജുഡീഷ്യറിക്ക് ഒരു പക്ഷേ ഒരു നിർദ്ദേശം കൊടുക്കുന്നതിനേക്കാളും ഒരു സജഷൻസ് കൊടുക്കുക, അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതിനെ ഓവർസീ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു മോഡിലേക്ക് തിരിയണം. കാരണം ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരു റൂൾ ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ മാത്രം വച്ച് ഡിസിഷൻ എടുക്കാവുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലിപ്പം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പോൾ അവിടെ ഒമർ അബ്ദുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. ആ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ? അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഈ ഭരണതന്ത്രം അവിടെ പരാജയപ്പെട്ടോ? അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായോ? ഇൻ്റലിജൻസ് ഫെയിലിയറാണ് അതിനകത്തുള്ളൊരു വീഴ്ച ഉണ്ട്. അപ്പോൾ ഇത് ആരുടെ ഇൻ്റലിജൻസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെൻറ്ററാണോ ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ ഉണ്ടായത്, സ്റ്റേറ്റ് ആണോ, അതോ ഒരു ജോയിൻ്റ് ആണോ? എന്തായാലും നമുക്ക് 25-26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ നമ്മളൊരു പാഠം പഠിക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായി നമുക്കൊരു കാര്യങ്ങൾ ബാക്കിലോട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്തതാകാം ഉമർ അബ്ദുള്ള. കാരണം അദ്ദേഹത്തിൻ്റെ അതിന് ശേഷമുള്ള പോസ്ചറിങ്ങും ജസ്റ്റേഴ്സും ഒക്കെ ഞാൻ നാണം കെട്ടുപോയി, എനിക്കിനി എങ്ങനെ സ്റ്റേറ്റ്ഹുഡ് ഏറ്റുപറച്ചിൽ പോലെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു പൊളിറ്റീഷ്യൻ്റെ സൈഡിൽ നിന്ന് വരുമ്പം വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതായത് എത്രമാത്രം ശരിയാണ്, കാരണം അദ്ദേഹത്തിന് ഒരു ബാക്ക്ലാഷ് വന്നതുകൊണ്ട് പോസ്റ്റർ ചെയ്തതാണോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു ഡിസിഷൻ തെറ്റ് വന്നു. അതായത് നേരത്തെ ഈ പറയുന്ന ഈ റൂട്ടുകളൊക്കെ അമർനാഥ് യാത്രയോടൊപ്പം ഉള്ള സമയത്താണിത് തുറന്നു കൊടുക്കുക, അതിന് മുമ്പായിട്ട് കൊടുക്കുക. അപ്പോൾ നാച്ചുറലി ആരെങ്കിലും അതിന് ഒരു ഹാൻഡ് ഇൻ ഗ്ലോവ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ അബറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ് ഈ നേരത്തെ തുറന്നു കൊടുത്തത് ഒരു ഇൻറ്റൻഷനിലാണ് എന്നൊക്കെ ആരോപിച്ചാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പുറത്തെ സൈഡിൽ. അതായത് ഇങ്ങനെ അതിന് വേണ്ടി അല്ല ഞാൻ തുറന്നു കൊടുത്തത്, അതായത് ഒരു ബാക്ക് ഫുട്ടിലായി ഇവർ, വലിയൊരു പ്രതിരോധത്തിലായി. അപ്പോൾ ഉമർ അബ്ദുള്ള ഇന്ന് ഏറ്റുപറയേണ്ട ഒരു രീതിയിലേക്ക് വന്നു. കാരണം ഇങ്ങനൊരു അക്വിസിഷൻ വന്നിരിക്കുന്നു.
അപ്പോൾ നാച്ചുറലായിട്ട് ഒരു പോളിസി ഡിസിഷനും കുറേ കൂടെ ഈ പറയുന്ന എസ്പെഷ്യലി ഈ ബോർഡർ സ്റ്റേറ്റും ഈ പറയുന്ന ഭീകരവാദവും മറ്റുമൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് സെൻറ്ററുമായിട്ട് ഒരു വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലുള്ള മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള മാറ്റമാണ്. ഈ പുതിയൊരു ഗവൺമെൻറ്റാണ്, അദ്ദേഹം പണ്ടും മുഖ്യമന്ത്രിയാണ്, പക്ഷെ ആ രീതിയല്ല ഇന്ന്. പണ്ടത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് പോലെയൊക്കെ ആയിരുന്നു, നേഷൻ പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഈ ഇപ്പോഴെന്ന് പറയുന്നത് അങ്ങനെ ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്നു, ആർട്ടിക്കിൾ 370 ഇല്ല. അപ്പോൾ അതിന് വാസ്തവം പറഞ്ഞാൽ വളരെ കാര്യത്തിൽ ഒരു ചോദ്യം, ഈ ആർട്ടിക്കിൾ 370 അവിടെ റദ്ദാക്കിയതാണ് ഇതിനൊരു കാരണമെന്ന് ചില കോണുകളിൽ നിന്ന് അല്ലാതാണല്ലോ. അത് ആരും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് എന്നാരും പറഞ്ഞത് ഞാൻ കേട്ടില്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ അവിടുത്തെ ചെറുപ്പക്കാരിലുണ്ടായ ഒരു അസംതൃപ്തി, അതാണ് ഇപ്പോൾ നമ്മുടെ MA ബേബിയെ പോലെയുള്ള ആൾക്കാരൊക്കെ. അല്ല, ഞാൻ പറയുന്നത് ബേബിയൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ബേബീഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ഞാൻ കാരണം അവരുടെ സർവൈവലിനാണ്. കാരണം ആകെപ്പാടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, കേരളമുണ്ട്, കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷനുണ്ട്. ആ പോപ്പുലേഷനെ അത് നിങ്ങൾ ഇത് ചെയ്യേണ്ട. അതിന് ചിലപ്പം ഷോളിടും, കഫിയിടും, കലിമ പറയും, ഇതൊക്കെ നമുക്ക് അത് പാർട്ട് ഓഫ് ദ ഗെയിം ഓൺലി. അത് അവരെ പറ്റിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതല്ല അതിൻ്റെ ഇഷ്യൂ. ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ 370 കഴിഞ്ഞിട്ട് എക്കണോമിക്, നമ്മൾ ആ എക്കണോമിക് സൈഡാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിയിൽ ഏതാണ്ട് 1.17 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഡബിൾ ചെയ്ത് 1 ലക്ഷം കോടിയുടെ GSDP എന്ന് പറയുന്നത് 2.25 ലക്ഷം കോടിയുടെ GSDP ആയിട്ട് വർദ്ധിച്ചു. ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഒഫീഷ്യൽ വെർഷനും ഇൻഡിപെൻഡൻറ്റ് വെർഷൻ തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ആളുകളിൽ ഒരു 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 ആശാവഹമായ മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പോക്കറ്റുകളിൽ നിറയെ പണം വന്നു. ഇത് ഒരു ചെറിയ പോർഷൻ ഓഫ് ആളുകളാണല്ലോ ഈ ഭീകരവാദം നടത്തുന്നത്. ബാക്കിയുള്ളവർ ഫോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ടും അവരെ ഫോഴ്സ് ടു സപ്പോർട്ടാണ്. പക്ഷെ അവിടെ ജനങ്ങൾ മുഴുവൻ അവരെ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ അങ്ങനെയുള്ളതിൽ വളരെ ശക്തമായ ഒരു ചേഞ്ച്. അപ്പം പലപ്പോഴും നമ്മൾ കണ്ടിരുന്നു ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടും മറ്റുമൊക്കെയുള്ള പ്രകടനങ്ങളും മറ്റും കണ്ടിരുന്നു. പക്ഷെ എന്തായാലും വളരെ ശക്തമായ ഒരു റിക്കവറി മോഡിലായിരുന്നു അവിടുത്തെ ആളുകൾ. ഒരു പക്ഷേ മാനസികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ ടൂറിസ്റ്റുകളുടെ പണം അവർക്ക് ഡെഫിനറ്റായിട്ട് ആവശ്യമുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് 1.17 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി എന്താവും? ഇത് പ്രപ്പോസൽസാണ്, ഇത് ഒരുമിച്ച് പോകില്ലല്ലോ. പക്ഷേ ഈ പലരും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന പല മേഖലകളിലും ഇനി ഇതുണ്ടാവും. ഒരു പക്ഷേ ഇതിൻ്റെ പെർപെട്രേറ്റേഴ്സ് ഇത് നടത്തിയവരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് ആളുകളെ ഭീതിയിലാക്കി പേടിപ്പിച്ച് അവരുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി നടത്തിയതാണ്. അത് എക്കണോമിക്കലി വലിയ ദോഷം ആ സ്റ്റേറ്റിനും അവിടുത്തെ രാജ്യത്തിനും ഭാരതത്തിനും അവിടുത്തെ ആളുകൾക്കും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.